ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങളോടൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. RRB JE വേക്കൻസി ഡീറ്റെയിൽസ് അവിടെ ഔട്ട് ആയിട്ടുണ്ട്. ഒഫീഷ്യൽ ഡാറ്റ തന്നെയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് നെക്സ്റ്റ് മന്ത് തന്നെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതില് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് RRB JE എന്ന് പറയുന്നത്, ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്. ഓക്കെ. അപ്പൊ അതില് വേക്കൻസി അസസ്മെന്റ് പ്രകാരം അപ്രൂവ്ഡ് വേക്കൻസീസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അപ്രൂവ്ഡ് വേക്കൻസീസ് ഓഫ് JE DMS CMA ഫോർ ദ നോട്ടിഫിക്കേഷൻ ഫോർ ദ ഇയർ 2025. അപ്പൊ അതിൽ ടോട്ടൽ 2570 വേക്കൻസീസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ 2570 വേക്കൻസി പറയുമ്പോൾ നിങ്ങൾ കുറവാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു വേക്കൻസി മതി, അല്ലെ? ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്റേണൽ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു ഡാറ്റയാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഫുള്ളി ഇന്റേണൽ ഡാറ്റയാണ് ഇത്. എന്താ പറയണ്ടേ ഇത്. അപ്പൊ അത് വെബ്സൈറ്റിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇതില് നമ്മളെ സദേൺ റെയിൽവേയിൽ നോക്കുകയാണെങ്കിൽ അവിടെ 219 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സദേൺ റെയിൽവേയിൽ 219, സൗത്ത് വെസ്റ്റേൺ, വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേ എല്ലാം അവിടെ റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേ ടോട്ടൽ 2570 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ വെസ്റ്റേൺ റെയിൽവേയിൽ 445 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് അവരോട് എന്താ ഒരു വേക്കൻസി നിങ്ങൾക്ക് അവിടെ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഇനിയിപ്പോ ഇതിന്റെ അവിടെ അപ്രൂവൽ കിട്ടിയ സ്ഥിതിക്ക് ഒരു ഷോർട്ട് നോട്ടീസ് ഇറങ്ങുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നുണ്ടാവും. അപ്പൊ ഫൈനൽ നോട്ടിഫിക്കേഷൻ എന്തായാലും എന്താ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അവിടെ എന്താ ഒരു സെക്ഷൻ കൺട്രോളറിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ RRB ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ, സെക്ഷൻ കൺട്രോളർ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളർ. അപ്പോൾ അതിൽ സിലബസിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ കൺട്രോളറിന്റെ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്നുണ്ടാവുക നെക്സ്റ്റ് മന്ത് ആണ്, ഒക്ടോബറിലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു വിൻഡോ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിന്റെ അപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഷോർട്ട് നോട്ടീസ് നെക്സ്റ്റ് മന്ത് ഒരു രണ്ടാമത്തെ ആഴ്ചയൊക്കെ ഷോർട്ട് നോട്ടീസ് വന്നിട്ട് പിന്നെന്താ ഒരു ഫൈനൽ നോട്ടിഫിക്കേഷൻ, റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ് ഇറക്കാനാണ് സാധ്യത. ഓക്കെ. ഇപ്പൊ ടോട്ടൽ ഇതുവരെ 2570 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒരിക്കൽ വേക്കൻസി നോക്കിയിട്ട് പഠിക്കരുത്. നിങ്ങൾക്ക് അവിടെ ഒരു വേക്കൻസി മാത്രമേ വേണ്ടൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് അവിടെ മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.